തമിഴ്നാട്ടിൽ നിന്ന് വിശുദ്ധ പദവിയിലെത്തിയ ദേവസഹായം പിള്ള വെടിയേറ്റ് മരിച്ച കാറ്റാടി മലയെ പറ്റി കേട്ടിട്ടുണ്ടോ? മധ്യ കേരളത്തിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ ഈ ഒരു സ്പോട്ടിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോ തുടർന്ന് കാണുക. പള്ളിയുടെ മുൻപിലുള്ള ഈ ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാം. അവിടെ ഒരു ചെറിയ കപ്പോളയും മ്യൂസിയം ഉണ്ട്. വേണമെങ്കിൽ തൊട്ടുമുകളിലുള്ള ഈ 2 പള്ളികളിൽ കൂടി കയറി പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് നടക്കാം. യേശുവിന്റെ കുരിശുമരണത്തിന്റെ പ്രതീകമായി 14 സ്ഥലങ്ങളിൽ ഇവിടെ കുരിശുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുന്നോട്ട് ചെല്ലുമ്പോൾ ഈ ഒരു ഭാഗത്തായി ദേവസഹായം പിള്ളയുടെ ജീവിതത്തിലെ ഓരോ സുപ്രധാന സംഭവങ്ങളും ചിത്രരൂപത്തിൽ വിവരിച്ചിരിക്കുന്ന സ്ലൈഡുകൾ കാണാം. സദാസമയം കാറ്റ് വീശുന്ന സ്ഥലമായതുകൊണ്ടാവും നട്ടുച്ചയ്ക്ക് പോയാലും വെയിലിന്റെ ഒരു കാഠിന്യം ഇവിടെ ഫീൽ ചെയ്യാറില്ല. ഇവിടെയാണ് ദേവസഹായം പിള്ള വെടിയേറ്റ് മരിച്ചത്. ഇതാണ് കണ്ണീർപ്പാറ. അദ്ദേഹം മരിച്ച സമയത്ത് പാറയിൽ നിന്ന് ഉത്ഭവിച്ച ജലം ഇപ്പോഴും വരാറുണ്ടെന്നാണ് പറയുന്നത്. ബെൽറോക്കിൽ പോയാൽ പാറയിൽ കല്ലുകൊണ്ട് തട്ടിയാൽ മണിയടി ശബ്ദം കേൾക്കാൻ പറ്റും. 1712 കന്യാകുമാരി ജില്ലയിലെ നാട്ടാലം ഗ്രാമത്തിലെ ഒരു ഹിന്ദു കുടുംബത്തിലാണ് നീലകണ്ഠപിള്ള എന്ന ദേവസഹായം പിള്ള ജനിച്ചത്. മാർത്താണ്ഡവർമ്മ രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ട ഡെർനോയിൽ എന്ന ഡച്ച് സേനാപതിയിൽ നിന്ന് ക്രിസ്തുവിനെ പറ്റി കേൾക്കാനിടയായ പിള്ള ലാസർ എന്ന അർത്ഥമുള്ള ദേവസഹായം എന്ന പേരിൽ മാമോയിസ സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസിയായി. സവർണറുടെ മതമാറ്റം കുറ്റകരമായിരുന്ന ആ കാലത്ത് അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി രാജാവിന്റെ മുൻപിൽ ഹാജരാക്കി. ക്രിസ്തുമതം ഉപേക്ഷിക്കാനുള്ള രാജകൽപ്പന അനുസരിക്കാത്തതുകൊണ്ട് കടുത്ത മർദ്ദനമുറകൾക്ക് വിധേയനായി 4 വർഷത്തോളം ദേവസഹായം പിള്ള ജയിലിൽ കഴിയുകയും അതിനുശേഷം 1752 ജനുവരി 14 കാറ്റാടി മലയിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത്. 2022 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. നാഗർകോവിൽ തിരുനെൽവേലി ഹൈവേയിൽ മുത്തുനഗർ എന്ന സ്ഥലത്താണ് ദേവസഹായം മൗണ്ട് അഥവാ കാറ്റാടിമല പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിൽ ദേവസഹായം മൗണ്ട് എന്ന് സെർച്ച് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ മറ്റു ലൊക്കേഷൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.